ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് മണ്ടേക്ക് തോന്നുന്ന അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുക നമ്മൾ സ്ട്രാറ്റജി. നിഫ്റ്റിയിലേക്ക് കിടക്കാം. നിഫ്റ്റി അനാലിസിസ് നമ്മൾ ലാസ്റ്റ് 2-3 ദിവസമായിട്ട് വീഡിയോ ഉണ്ടാക്കാൻ ഇച്ചിരി മടിയുണ്ടായിരുന്നു. ബട്ട് യെസ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റീൽസ് ഇട്ടായിരുന്നു. സോ ആ റീൽസിൽ ഇത്രയൊക്കെ ലെവൽസ് ഷെയർ ചെയ്തായിരുന്നു. ആൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് നാളായിട്ട് ഇതാണ് 1, 2, 3, 4, 5 ഈ ഒരു ലെഗിൻ്റെ ഫസ്റ്റ് വേവ് കംപ്ലീറ്റ് ആയി ആൻഡ് സെക്കൻഡ് ഡിഗ്രിയുടെ ഫോളോ ഓൺ ഗോയിങ് ആണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ബിഗർ ടൈം ഫ്രെയിമിൽ ഈ ഒരു ലെവൽ, ഈ 24,500, ഇത് ഒത്തിരി നാളായിട്ട് നമ്മുടെ ഒരു സപ്പോർട്ടാണല്ലോ. ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഈ ഫുൾ ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ട് സെക്കൻഡ് ഡിഗ്രിയുടെ ഫോളോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ശ്രദ്ധിക്കണം എല്ലാവരും കൂടി. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നായിരുന്നു. ഓക്കെ, 1, 2, 3, 4 and 5 ഇത് 1 ഡിഗ്രി ഒരു മേജർ വേവ് കംപ്ലീറ്റ് ആയി. അതിൻ്റെ കൺഫർമേഷൻ ഏത് തരും? ഈ ഒരു ലെവൽ തരും. ആ ഒരു ലെവലാണ് നമ്മുടെ ഈ ഒരു ലെവൽ 24,500. ഓക്കെ, ഇതിൻ്റെ ഇത് ബ്രേക്ക് ആയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ സെക്കൻഡ് വേവിൽ എൻറ്റേഡ് ആയി. അല്ലെങ്കിൽ ഈ ഒരു ഫിഫ്ത്ത് വേവ് ഉണ്ടല്ലോ, ഈ ഒരു ഫിഫ്ത്ത് വേവിൻ്റെ ഇൻറ്റേർണൽ സെക്കൻഡ് വേവാണ്. ആൻഡ് തേർഡ് അപ്കമിങ് ടൈമിൽ നമുക്ക് കാണാൻ കിട്ടും. ഓക്കെ, അത് ശ്രദ്ധിക്കാനുള്ളതാണ്. സോ എനിവേ നമ്മളിത് കൗണ്ട് ചെയ്യുന്നത് ഈ ഒരു ലെഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ലെഗാണ്. ഞാനിപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ തരുന്നില്ല. ആളുകൾ ലൈക്സും കുറവാണ്, ഷെയറും കുറവാണ്, മെസ്സേജസ് വളരെ കുറവാണ്. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം മെസ്സേജസും ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. സോ എനിവേ ഈ ഒരു ലെഗാണ് നമ്മൾ ഈ ഒരു ഡിഗ്രി, ഇതൊരു ഫുള്ള് മേജർ വൺ വേവ് കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ സെക്കൻഡ് അതിൻ്റെ ഫോളോ ആണ്. ഇത് ബ്രേക്ക് ആയ 24,500. ദാറ്റ് മീൻസ് ഫെർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. അത് ഡീപ്പായിരിക്കും ഫെർദർ. ഓക്കെ, ബട്ട് അത് ഇതുവരെ നമ്മൾ ഈ ഒരു ലെഗിലാണ് ഉള്ളത്. ഓക്കെ, സോ ഈ ഒരു ലെഗിൻ്റെ വീക്ക്നെസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യും. അത് ഈ ഒരു ഫുൾ ലെഗിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ വൺ വേവ് ആണെന്ന് വിചാരിച്ചു. സോ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഫുള്ള് ഫിബനാച്ചി ഇവിടെ നിന്ന് വയ്ക്കുക. ഓക്കെ, സോ ആ ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ വരുന്നത് 24,700. ഓക്കെ, യെസ്, ഇതാണ് ആ ഒരു ലെവൽ വരുന്നത്. സോ ഇതുവരെ നമ്മൾ സേഫാണ്. ഓക്കെ, ഇതുവരെ നമ്മൾ സേഫാണ്. ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറാനുള്ള ഒരു ചാൻസസ് ഉണ്ടാകും. ഇത് ബ്രേക്കായ 24,600 ബിലോ പ്രൈസ് പോകാൻ തുടങ്ങി. ദാറ്റ് മീൻസ് പിന്നെ ഈ ഒരു ലെവൽ ഈ പ്രാവശ്യം ഈ ലെവൽ കൂടി സേഫ് അല്ല 24,500. കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇവിടെ എന്തോരം രാജ്യം സപ്പോർട്ട് എടുത്തിട്ടുണ്ട് 1, 2, 3, 4. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ടൈം ഇത് സേഫ് ഉണ്ടാവില്ല പിന്നെ അങ്ങനെയാണെങ്കിൽ. ഓക്കെ, സോ അതുകൂടി ബ്രേക്ക് ആയാൽ ദെൻ ഫോർത്ത് ഡൗൺ സൈഡ് കിട്ടും നമ്മൾ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ സെക്കൻഡ് ഡിഗ്രിയുടെ. ഇത് ഫുൾ 1 ഡിഗ്രി ഡെയിലി ടൈം ഫ്രെയിമിൽ ആൻഡ് സെക്കൻഡ് ഡിഗ്രി ഫോർത്ത് ഡൗൺ സൈഡ് നമുക്ക് അപ്കമിങ് ടൈമിൽ കിട്ടും. ഓക്കെ, പിന്നെ അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കാരണം അല്ലെങ്കിൽ എല്ലാവരും കൂടി കൺഫ്യൂസ് ആയി എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ആളുകൾക്ക് എലിയറ്റ് വേവ് ഒന്നും ക്ലിയർ അല്ല തോന്നുന്നു. പ്ലീസ് എല്ലാവരും നമ്മുടെ എൻ്റെ ചാനൽ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എലിയറ്റ് വേവിൻ്റെ വീഡിയോസ്. അത് മസ്റ്റായിട്ട് കാണണം. 3 വീഡിയോസ് എന്തായാലും പ്രോപ്പർ വീഡിയോസ് ആണ് മസ്റ്റായിട്ട് കാണുന്നത്. അപ്പോഴേ കുറച്ചുകൂടി പിക്ചർ ക്ലിയർ ആവുള്ളൂ. 1-2 പ്രാവശ്യം കണ്ടാൽ അത് ശരിക്കും മതിയാവത്തില്ല. അതുവരെ പിക്ചർ ക്ലിയർ ആവത്തില്ല. ഒത്തിരി പ്രാവശ്യം കാണണം, അപ്പോഴേ അത് ക്ലിയർ ആവത്തുള്ളൂ. നമ്മുടെയൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മൾ ശരിക്കും മാർക്കറ്റിൽ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യണം എല്ലാവരും കൂടി ആ വീഡിയോ കണ്ടിട്ട്. ഓക്കെ, ശരി, എനിക്ക് ഞാൻ വേഗം അനാലിസിസ് ചെയ്യാം. ഇപ്പോൾ സപ്പോർട്ടാണ് ഇത്. ഓക്കെ, ഇവിടെ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, എൻഡിങ് ലെവൽ പാറ്റേൺ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട്. എൻഡിങ് ലെവൽ പാറ്റേൺ ഉണ്ടാക്കാൻ കണ്ടോ, ബട്ട് ക്ലിയർ അല്ല. ബട്ട് യെസ്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. ഓക്കെ, ബട്ട് ആയിട്ടില്ല. ഇൻറ്റേർണൽ 5 മൂവ്സ് വേണം. എല്ലാവർക്കും അറിയാമല്ലോ ഇൻറ്റേർണൽ എത്ര 5 മൂവ്സ് വേണം. സോ ഇവിടെ നമുക്ക് 1, 2, 3, ഇനി 4 ബൗൺസ് ആൻഡ് ദെൻ 5th താഴേക്ക് വരണം. സോ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ദാറ്റ് മീൻസ് ട്രൈ ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, 5 താഴെ 3 പ്രാവശ്യം സപ്പോർട്ട് വേണം. ഇവിടെ 1, 2, 3 ഇവിടെ ടച്ച് ആയിട്ടില്ല. ഇത് കണ്ടോ, അതിന് മുന്നേ തന്നെ ഇവർ എന്ത് ചെയ്ത് ഇവിടുന്ന് പൊക്കി. സോ അത് മേ ബി ട്രാപ്പ് ആവാം, കൊണ്ടുപോകാം. ബട്ട് അത് ആ ഒരു ബൗൺസ് വരാം, ബട്ട് അതൊരു പ്രോപ്പർ ആവില്ല. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് നിഫ്റ്റിയുടെ ഫർദർ ലെവൽസ്. ആൻഡ് ഇനി ഇൻറ്റേർണൽ ലെവൽസ്, ഇനി 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇൻറ്റേർണൽ ലെവൽസ് ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം. ഇത് റെസിസ്റ്റൻസ് ഇതാണ്.
ഓക്കെ, ഈ റെസിസ്റ്റൻസ് ഒക്കെ ഓക്കെയാണ്. ഇനി ഇൻറ്റേർണൽ, സോ ഈ നമ്മളിപ്പോൾ ഇനി നോക്കാനുള്ളത് ഈ ഒരു ലെഗാണ്. ഓക്കെ, സോ ഇതിൻ്റെ താഴത്തെ ലെവൽസ് ഇൻ കേസ് പോകാൻ ചാൻസസ് ഉണ്ട് മാർക്കറ്റ് താഴേക്ക്, അങ്ങനെ ഒന്നും ഇല്ല. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻറ്റേർണൽ ലെവൽസ് ഇത് ഇങ്ങനെ നോക്കുക. ഇൻറ്റേർണൽ ദാറ്റ് മീൻസ് ഇത് ഇനി നെക്സ്റ്റ് കഴിഞ്ഞിട്ടുള്ള ലെവൽ. സോ നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് ആ ലെവലിലേക്ക് 780, 730 ആൻഡ് 650 വരെ ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത്. സോ താഴെ സപ്പോർട്ട് സിസ്റ്റം പോലെ ഉണ്ട്. അതാണ് പ്രൈസ് സ്ലോലിയാണ് താഴേക്ക് വരുന്നത്. മനസ്സിലായോ? സ്കാൽപ്പിംഗ് മാത്രമേ ഡൗൺ സൈഡ് ചെയ്യാവുള്ളൂ. ശ്രദ്ധിക്കണം. ഓക്കെ, ശ്രദ്ധിക്കണം പ്രൈസ്. കാരണം വെച്ചാൽ ഈ ഒരു ഇവിടുത്തെ ഈ സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ഈ ഒരു താഴെ സപ്പോർട്ട് ലൈൻ ഉണ്ടല്ലോ, ഇതിൻ്റെ സപ്പോർട്ട് കൂടി വരുന്നുണ്ട് ഇവിടെ താഴെ. ആൻഡ് ഈ ഒരു ഇതിൻ്റെ ലാസ്റ്റ് 161.80% താഴെ ഇവിടെ സപ്പോർട്ട് ഇതും ഒക്കെ സപ്പോർട്ട് സിസ്റ്റം പോലെ ഉണ്ട്. ശ്രദ്ധിച്ചിട്ട് വേണം താഴേക്ക് ഡൗൺ സൈഡ് പ്ലേ ചെയ്യാനുള്ളത്. കാരണം വെച്ചാൽ എൻഡിങ് ലൈനിൽ പാറ്റേൺ ഉണ്ടാക്കിയിട്ട് സഡൻ ബൗൺസ് വരാനുള്ള ചാൻസസ് കൂടുതൽ ഉണ്ടാകും. ഏതൊരു സപ്പോർട്ടായി. ഓക്കെ, സോ താഴെ സപ്പോർട്ട്സ് ഉണ്ട്. താഴേക്ക് നമ്മൾ പ്ലേ ചെയ്തു, ബട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കാൽപ്പായിട്ട്. ഓക്കെ, സ്കാൽപ്പിംഗ് ചെയ്യുക, അതാണ് കുറച്ചുകൂടി ബെറ്റർ. റെസിസ്റ്റൻസ് ഇതാണ് മാർക്കറ്റിൻ്റെ. ഓക്കെ, ഇനി വേഗം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ലാസ്റ്റ്. ബാങ്ക് നിഫ്റ്റിക്ക് ഒന്നും പറയാനില്ല. യെസ്, ഇത് ഇങ്ങനെ ആക്കിക്കുക, അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടാനാണെങ്കിൽ ഇവിടുത്തെ റിജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഈ ഒരു ചാനലിൻ്റെ അകത്താണ്. യെസ്, ഓക്കെ, ഇന്നത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും ഇതിനകത്ത്. ഈ ഡേ ലോ. ഓക്കെ, ഇത് സപ്പോർട്ടാണ്, ഗ്രീൻ ആക്കി മാർക്ക് ചെയ്തു. ദെൻ റെസിസ്റ്റൻസ് വരുന്നത് ഇതിൻ്റെ ഹൈ ആണ് റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് ഇതാണ്. ആൻഡ് ദെൻ സഡൻ ഒരു റെസിസ്റ്റൻസ് വേറെ ഉണ്ട് ഇവിടെ, അത് ഈ ഒരു ഏരിയ. ഓക്കെ, ഇത്രയാണ് റെസിസ്റ്റൻസ്. അതിന് മുന്നേ ഈ റെസിസ്റ്റൻസ് പിന്നെ വരും, ഇതൊരു റെസിസ്റ്റൻസ്, ഈ ഒരു റെസിസ്റ്റൻസ് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട്സ്. സോ ബാങ്ക് നിഫ്റ്റിയിൽ എത്ര ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി ഈ ഒരു ചാനലാണ്, കൂടുതലൊന്നും എക്സ്പ്ലനേഷൻ എനിക്ക് തരാനില്ല. ഓക്കെ, മോസ്റ്റ്ലി ചിലപ്പോൾ താഴേക്ക് ഒരു ഡിപ്പ് തരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇവിടുന്ന് 1 2 3 4 ബൗൺസ് ആൻഡ് ഡിപ്പാണ് കാണുന്നത്. കണ്ട ഇത് നമ്മളെങ്ങനെ കൗണ്ട് ചെയ്യേണ്ടത്? ഇവിടുന്ന് A, B and C ഓൺ ഗോയിങ്. സിയിൽ എത്ര 5 മൂവ്സ് ഉണ്ടാവും. 1 2 3 ആണ് ഓൺ ഗോയിങ്, 4th ബൗൺസ് ആൻഡ് ദെൻ 5th ചിലപ്പോൾ അങ്ങനെ വരാനുള്ള ചാൻസസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇത് സ്മോൾ ബൗൺസ് ആയിരിക്കും, ചിലപ്പോൾ 4th 5th വരെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും. ശ്രദ്ധിക്കുക, പ്ലേ എപ്പോഴും നമ്മുടെ റിവേഴ്സൽ പ്ലേ ചെയ്യുന്നത് ബിയറിഷ് മാർക്കറ്റിൽ എങ്ങനെയാണ് എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്താൽ മാത്രമേ റിവേഴ്സൽ പ്ലേ ചെയ്യാവുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കണം എല്ലാവരും കൂടി. ഇനി സെൻസെക്സ് പോകാം. സെൻസെക്സിൽ റെസിസ്റ്റൻസ് ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ബിലോ ആണ് ഫോർ ദ ഫോൾ. അതും അത് തന്നെ നിഫ്റ്റിയുടെ പോലെ തന്നെ എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ ദ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നമ്മുടെ ഈ ഒരു ലെഗ്, ഇതിൻ്റെ ഈ ഒരു ലെഗ്. ഓക്കെ, ഇങ്ങനെ ഒരു ലെഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോർ ദ ഡൗൺ സൈഡ് ലെവൽസ് നമുക്ക് കിട്ടും. ഓക്കെ, 127% ഇതിനാണ്, 101% ആണ് ഇത്. പ്രൈസ് 1 സ്റ്റക്കാണ്, 141% ആൻഡ് 161.80%. ഇതൊക്കെ ലെവൽസാണ് നമ്മുടെ സെൻസെക്സിൻ്റെ. ഓക്കെ, എൻഡിങ് ഡയൽ പാറ്റേൺ പ്രോപ്പർലി ഫോം ചെയ്യണമെങ്കിൽ മാത്രമേ റിവേഴ്സൽ ചെയ്യണം നിഫ്റ്റി ആൻഡ് ബാങ്ക് പ്ലേ ചെയ്യണം നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നതാണ് കുറച്ച് ബെറ്റർ. ഡൗൺ സൈഡ് ആണെങ്കിൽ സ്കാൽപ്പ് മാത്രമേ ചെയ്യാവുള്ളൂ, എൻ്റെ സജഷനാണത്. ഓക്കെ, ബൈയിങ് ആൻഡ് സെല്ലിങ് റെക്കമെൻഡേഷൻ ഞാനൊന്നും ചെയ്യാറില്ല, ഒന്നും റെക്കമെൻഡ് ചെയ്യാറില്ല. ഇവിടെ PNCയുടെ ഇവിടെ ഞാൻ ഒന്നും തരാറില്ല. സോ പ്ലീസ് എല്ലാവരും നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഞാൻ ലാസ്റ്റ് തന്നെ അങ്ങനെയൊക്കെ ഒരു ലെവൽസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ കണ്ടോ, ഇതിൻ്റെ റീടെസ്റ്റ് വീണ്ടും അഗെയിൻ അവിടെ വന്ന് പ്രൈസ് സ്റ്റക്കായി കിടക്കണം നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഉണ്ട്. ഓക്കെ, സോ ഇനി ഇത് ബൈ ഒന്നും പറയാനില്ല ഇതിനകത്ത്. ബൈയിങ് ഒന്നും വീക്ക്നെസ് തന്നെയാണ് സ്റ്റിൽ. എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫോർ ദ ഡൗൺ സൈഡ് അപ്പ് സൈഡ് നമുക്ക് കിട്ടത്തുള്ളൂ. ബിഗർ ടൈം ഫ്രെയിമിൽ ഇത് കൗണ്ട് ചെയ്യുന്നത് നമ്മളിങ്ങനെ ആയിരിക്കും. ഇവിടുന്ന് A, B and Cയുടെ ഫോൾ ഓൺ ഗോയിങ് ആണ്. ഓക്കെ, Cയുടെ ഫോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഇതാണ് ഫുൾ. ഇതിൻ്റെ അപ്പോൾ മാത്രം പോയാൽ പ്രൈസിൽ ഒരു ബുളിഷ്നെസ് ഇനി കിട്ടത്തുള്ളൂ.
ഓക്കെ ആൻഡ് അതിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 2 3 ആണ് ഇതിൻ്റെ ഓൺ ഗോയിങ്. 4 and 5 സോ സ്റ്റിൽ പെൻഡിങ് ആണ്. സോ ഇതിൻ്റെ ബില്ല് ഫർദർ ഫോൾ നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ 15 മിനിറ്റ്സിൽ പോയി നോക്കാം നമുക്ക്. ഒന്നും കാണുന്നില്ല. ഇതന്നെ റെസിസ്റ്റൻസ് വരുന്നത് ഇതായിരിക്കും. റെസിസ്റ്റൻസ് മാർക്കറ്റ് സ്ട്രക്ചർ ഇപ്പോൾ വീക്കുമാണ്, കൺഫ്യൂസ് കൂടിയാണ്. അതുകൊണ്ടാണ് പ്രോപ്പർ നമുക്കൊരു മൂവ് നമുക്ക് കിട്ടത്തില്ല, ഡയറക്ഷൻ നമുക്ക് കിട്ടത്തില്ല. സ്ലോ സെല്ലിംഗ് ആണ്, സ്ലോ സെല്ലിംഗ്. ഓക്കെ സോ പിയിൽ അത്രയ്ക്ക് ഒരു മൂവ്സ് നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. കിട്ടാൻ ഇൻ ദ മണി നമ്മൾ ഡീപ്പ് ഇൻ ദ മണി നോക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫർദർ ഒരു പ്രൈസിൽ എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ ഡീപ്പ് ഇൻ ദ മണി ആണെങ്കിൽ മാത്രം. സോ താഴത്തേക്ക് ഇനി ഫർദർ ലെവൽസ് നോക്കാനാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുത്തിട്ട് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ ഇതൊരു സപ്പോർട്ടായി, ഈ ഒരു ഏരിയ നല്ലൊരു സപ്പോർട്ടാണ്. ആൻഡ് ദെൻ ഫർദർ അതുകൂടി ബ്രേക്ക് ചെയ്യുക. ഇവിടെ ഈ ഒരു കൂടി ഇതിൻ്റെ സപ്പോർട്ടായി. ഓക്കെ സോ ഇത്രയേ ഉള്ളൂ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ. ബാക്കിയെല്ലാം ഞാൻ ക്ലിയറായി പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.